ഇപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇപ്പോഴും കാർ വാങ്ങുന്നുണ്ട് എന്നുള്ള ആളുകൾ യാഥാർത്ഥ്യമല്ലേ? ഇതിനൊക്കെ നമ്മൾ ഓരോ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്തിട്ട് അതിൻ്റെ പ്ലാൻ ബിയും പ്ലാൻ സിയും വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ മാർക്കറ്റിലുണ്ട്. ചിലപ്പോൾ നമുക്ക് അവരെ അറിയാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് അറിയില്ല. അവരറിയണമെങ്കിൽ നമ്മൾ അവരെ സർക്കിളിലേക്ക് എത്തുന്ന ലെവലിലേക്ക് നമ്മളെ തോട്ട് പ്രോസസ്സ് പോകണം, നമ്മുടെ നെറ്റ്വർക്ക് പോകണം, നമ്മൾ ആ സർക്കിളിലേക്ക് എത്തണം. അപ്പം ഇതിന് ഈ ഒരു അവസരത്തിൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ഗാന്ധിജിയുടെ സമരമുറയിൽ പറയുന്ന ഡു ഓർ ഡൈ ഓപ്ഷൻ അല്ലേ? ഒന്നുകിൽ നമ്മൾ പ്രവർത്തിക്കണം, പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും, ബട്ട് നോട്ട് ടുമാറോ. അതും നമ്മൾ മനസ്സിലാക്കണം. ചില ക്വിക്ക് റിസൾട്ട് എന്ന് പറയുന്ന സംഭവം, ക്വിക്ക് ബക്ക്, അതൊരു മനുഷ്യൻ്റെ ഒരു എന്താണ് ഒരു മെൻറ്റാലിറ്റിയാണ്. ക്വിക്ക് ബക്ക് എന്ന് പറയും, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. അപ്പം നിങ്ങളിപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. എന്താണ് ക്വിക്ക് ബക്ക്? എനിക്ക് വലിയ എഫേർട്ടൊന്നും ഇടാൻ കഴിയില്ല, പക്ഷെ എനിക്ക് ഇട്ടിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് പറയും. ആ ക്വിക്ക് ബക്ക് അല്ലെങ്കിൽ സ്മാർട്ട് എന്നൊക്കെ പറയുന്നൊരു അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ക്വിക്ക് ബക്കിലുള്ള ആൾക്കാർക്ക് കൂടുതലും പോയി വീഴുന്നൊരു കുറേ കെണികളുണ്ട്. ഇപ്പം ട്രേഡിങ് അല്ലേ, നമുക്ക് പെട്ടെന്ന് പിന്നെ എല്ലാവരും പോകുന്ന ഒരു സാധനമാണ്. ഇപ്പം ട്രേഡിങ്ങിൻ്റെ പരസ്യം നന്നായിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ട്രേഡിങ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാറുണ്ടാവും ഒരുപാട് ട്രേഡിങ് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഗുഡ് ഓർ ബാഡ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ക്വിക്ക് ബക്കുള്ള ഓപ്ഷൻസിലേക്ക് പോയിട്ട് നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ, കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഗ്രീഡി ആവും, അല്ലെങ്കിൽ നമ്മൾ നേരെ താഴേക്ക് പോവുകയും ചെയ്യും. ഇപ്പം വാറൻ ബഫറ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങൾ എല്ലാവരും മാർക്കറ്റിൽ ഗ്രീഡി ആകുന്ന സമയത്ത് നമ്മൾ ഫിയർഫുൾ ആവണം, നമുക്ക് പേടിക്കണം. നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും ഗ്രീഡി ആയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഫിയർ ആയിട്ട് അവരോട് ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ട്. എല്ലാവരും ഫിയർഫുൾ ആകുമ്പം ഗ്രീഡി ആവണം എന്ന് പറയും. എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീഡി ആവണം. ഇപ്പം നമ്മൾ ഗ്രീഡി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർക്കിൽ, നമ്മളെ ഫോക്കസിൽ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഗ്രീഡി ആയേ പറ്റുള്ളൂ. സോ യു ഗൈസ് ആർ ഗ്രീഡി, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് വൺ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നിരുന്നത്. ഈ സമയത്ത് നമുക്ക് ദർ ഈസ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഈ പ്രശ്നം വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വന്നിരുന്നു. ഇനി ഇത് പഠിച്ചത് കൊണ്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂഷനിലേക്ക് പോകുമ്പം എഗെയിൻ വി ആർ സ്റ്റക്ക് അല്ലേ? ഈ സാധനങ്ങൾ ഫറാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്തോ ഒരു സാധനങ്ങൾ വർക്കൗട്ട് ആവുന്നില്ല. എന്തൊക്കെയാണ് അത് വർക്കൗട്ട് ആവാത്തത്? അത് നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇതുപോലൊരു അവസരം നമുക്ക് വരാനില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. നമ്മൾ ഓരോ ദിവസം നമ്മൾ പറയില്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് എന്ന് വിചാരിച്ചിട്ട് ഇന്നെനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കപ്പാസിറ്റിൻ്റെ മാക്സിമം ചെയ്തിട്ട് നമുക്കൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ മെൻ്റലി ഒരു സാധനം, ഞാൻ ട്രൈ ചെയ്തല്ലോ, നമുക്ക് നമ്മളോടൊരു ഇഷ്ടം വരും. നമുക്ക് ഏറ്റവും റിഗ്രറ്റ് വരും എപ്പോഴാണെന്നറിയോ? പഠിച്ചോൻ എനിക്ക് ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് ഇതിനെല്ലാം ചുറ്റും എനിക്കെല്ലാം ഓക്കെ ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വരും. ഈ റിഗ്രറ്റ് നമ്മളെ കൊല്ലും. ട്രൈ ചെയ്തിട്ട് ഫെയിലായിട്ട് ആരും സൂയിസൈഡ് ചെയ്തിട്ട് ഞാനറിയില്ല. ആ ട്രൈ ചെയ്തിട്ട് അവൻ ഫെയിൽ ആവല്ലോ, അവനെ കുറച്ചുകൂടി ലേൺ ചെയ്യാൻ പറ്റുക. കറക്റ്റല്ല ഞാൻ പറയുന്നത്? ഒരാൾ നന്നായിട്ട് ട്രൈ ചെയ്തു, ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പഠിച്ചു, ഞാൻ ഫെയിലായി, പക്ഷേ എനിക്ക് പ്രശ്നം, ഞാൻ കുറേ സാധനം പഠിച്ചു. ആ പഠിച്ച സാധനം എനിക്ക് ക്വസ്റ്റ്യനിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഫെയിലായത്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ടോപ്പിക്കിൽ ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നു. ആ ഫെയിലായതുകൊണ്ട് ഞാൻ സെക്കൻഡിൽ ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് പഠിച്ചു. ഞാൻ പാസ്സായെന്ന് മാത്രമല്ല, ആ സാധനം എനിക്ക് ലൈഫിൽ നന്നായിട്ട് ഉപകാരപ്പെട്ടു ബാക്കിയുള്ള ടോപ്പിക്കിനേക്കാളൊക്കെ കൂടുതൽ. കാരണം അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തോറ്റിട്ട് പഠിച്ചാണ്. നമ്മൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് എഫേർട്ട് എക്സ്ട്രാ ഇട്ടാലും നമ്മൾ ഐദർ യു ലേൺ, നമ്മൾ എന്തായാലും ലേൺ ചെയ്യും. ഈ ലേണിങ് നമുക്ക് ഈ നെക്സ്റ്റ് മൊമെൻ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത മൊമെൻ്റ് റിസൾട്ട് കിട്ടും. ഈ സമയത്ത് നമ്മൾ വേറൊരു ഓപ്ഷനും പോരുത്, കാരണം നമ്മൾ നമ്മളെ ചുറ്റുവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങളൊന്നും പോസിറ്റീവായിരിക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, എല്ലാം പോസിറ്റീവായ സമയത്ത്, മാർക്കറ്റൊക്കെ നമുക്ക് ഫ്രണ്ട്ലി ആയ സമയത്ത്, മാർക്കറ്റ് അടിപൊളിയായ സമയത്ത് പോസിറ്റീവ് ആർക്കും പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഏത് സമയത്തും സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു വലിയ ആൾക്കാരൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെയ്താൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കുന്നു. ഈറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് നമുക്ക് പിന്നെ തവളനെ തിന്നാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇപ്പോൾ കുറേ ടാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും വേസ്റ്റായിട്ട് ഉള്ള സംഭവം ഫസ്റ്റ് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഇതൊക്കെ ഞാൻ ചെയ്താൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളത്. ചില ആളുടെ കേസിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും റിസ്ക് ഉള്ള സാധനം ചെയ്തിട്ട് അടുത്തതിലേക്ക് ചെയ്യാനുള്ള ഫൈറ്റിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു ഗോ ഹെഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കിയിട്ട് വലുതിലേക്ക് പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. ബട്ട് എന്തായിരുന്നാലേ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഇനി
നമ്മുടെ ലൈഫിൽ എക്സ്ക്യൂസ് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. ഈ ഒരു സിറ്റുവേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സിറ്റുവേഷൻ 3 months കൊണ്ട് കഴിഞ്ഞാൽ, 6 months കൊണ്ട് കഴിഞ്ഞാൽ, ഇവൻ 1 year കഴിഞ്ഞ് തിങ്സ് വിൽ ചേഞ്ച്. ലോകം നടക്കും, സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, എന്തായാലും സംഭവിക്കും. ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഇപ്പം എന്തായാലും അവസാനിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് പലരും ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ലോകം അവസാനിക്കാൻ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ യൂട്യൂബ് ചാനൽ, അവർക്ക് പൈസ കിട്ടുന്നുണ്ട് മക്കളെ. ദേ ആർ ഏണിങ് മണി. ഇതിൽ ഓരോ വാർത്ത ഇടുന്ന ആൾക്കാർക്കും അവർക്ക് നമ്മൾ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളത് കാണും, അവരൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് യു വിൽ ഏൺ. നമ്മളെ മുന്നിൽ ഓപ്ഷൻസ് വേറില്ല. ഇനി ഇതിലേക്ക് ഇറങ്ങി നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ നനഞ്ഞു, ഇനി നമുക്ക് കുളിച്ചിട്ട് നമ്മൾ കയറാൻ പോകുന്നുള്ളൂ.